ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയ്ക്ക് സുവോളജിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ 2 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ് ഞാനിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ. സോ ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്ലാസന്റ ഓൾസോ ആക്ട്സ് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ ആൻഡ് പ്രൊഡ്യൂസസ് സെവറൽ ഹോർമോൺസ്. നെയിം എനി 2 പ്ലാസെന്റൽ ഹോർമോൺ, റൈറ്റ് 2 ഫംഗ്ഷൻസ് ഓഫ് പ്ലാസെന്റ. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. പ്ലാസെന്റൽ ഹോർമോൺസ് നെയിം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. സോ പ്ലാസെന്റൽ ഹോർമോൺസ് ആണ് നമ്മുടെ HCG, അതുപോലെ തന്നെ HPL. HCG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോഫിൻ ആണ്. HPL എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ ആണ്. ഈ രണ്ട് ഹോർമോൺസിന് പുറമെ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പ്ലാസെന്റ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് 2 ഫംഗ്ഷൻസ് ഓഫ് പ്ലാസെന്റ. പ്ലാസെന്റയുടെ 2 ഫംഗ്ഷൻ. സോ പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എംബ്രിയോയ്ക്ക് മദറിൽ നിന്ന് ഓക്സിജനും ന്യൂട്രിയൻസും എംബ്രിയോയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്ലാസെന്റയുടെ ആദ്യത്തെ ഫംഗ്ഷൻ. അതുപോലെ തന്നെ എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡും മദറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ ഇതൊരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നു. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ ഗ്രാഫ് ഗിവൺ ബിലോ ഷോസ് ദ ഒവേറിയൻ ഇവന്റ്സ് ആൻഡ് ഒവേറിയൻ ഹോർമോൺ ലെവൽസ് ഡ്യൂറിംഗ് മെൻസ്ട്രൽ സൈക്കിൾ. അഗെയിൻ ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് അനുസരിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ഹോർമോൺസ് A and B. സോ കൊടുത്തിരിക്കുന്ന ഗ്രാഫിലെ A and B ഏതാണെന്നാണ് ചോദ്യം. സോ നമുക്ക് കാണാൻ പറ്റും മെൻസ്ട്രൽ സൈക്കിളിന്റെ 14th ഡേയിൽ ഒരു ഹോർമോൺ പീക്ക് ലെവലിൽ പോകുന്നുണ്ട്. അതേസമയം അടുത്ത ഹോർമോൺ ആ സമയത്ത് ലോ ലെവലിലാണ് പോകുന്നത്. ദെൻ ഈ പീക്ക് ലെവലിൽ പോകുന്ന ഹോർമോണ് ലൂട്ടിയൽ ഫേസിലേക്ക് വരുമ്പോഴേക്കും എഗെയിൻ ഒന്ന് താന്നു പോയിട്ട് പിന്നെയും പീക്ക് ലെവലിലേക്ക് പോകുന്നുണ്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദിസ് ഹോർമോൺ ഈസ് ഹോർമോൺ B. ഇവിടെ കൊടുത്തിരിക്കുന്ന B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. ആൻഡ് ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന A എന്ന് പറയുന്ന ഹോർമോൺ ഇറ്റ് ഈസ് പ്രൊജസ്ട്രോൺ. കാരണം ലൂട്ടിയൽ ഫേസിലേക്ക് വരുമ്പോൾ പ്രൊജസ്ട്രോൺ പീക്ക് ലെവലിലേക്ക് വരും. സോ പ്രൊജസ്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഒവേറിയൻ ഈവൻസ് ഡ്യൂറിംഗ് ലൂട്ടിയൽ ഫേസ്. സോ ലൂട്ടിയൽ ഫേസിൽ വരുന്ന ഒവേറിയൻ ഈവൻസ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. സോ ഓവുലേറ്ററി ഫേസിന് ശേഷം ദാറ്റ് ഈസ് നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് ഓവം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വരുന്നത് കോർപ്പസ് ലൂട്ടിയം ആണ്. ഈ കോർപ്പസ് ലൂട്ടിയം ലൂട്ടിയൽ ഫേസിൽ എന്താണ് ചെയ്യുന്നത്? കോർപ്പസ് ലൂട്ടിയം പീക്ക് ലെവല് പ്രൊജസ്ട്രോണിനെ സെക്രീറ്റ് ചെയ്യും, പ്രൊജസ്ട്രോൺ ഹോർമോണിനെ റിലീസ് ചെയ്യും. ആൻഡ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്ത് ചെയ്യും? എൻഡോമെട്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും ഫോർ പ്രഗ്നൻസിക്ക് ആവശ്യമായിട്ട് നമുക്ക് എന്ത് വേണം? നല്ല തിക്കായിട്ടുള്ള ഒരു എൻഡോമെട്രിയം ലൈനിങ് വേണം. സോ ഈ ലൈനിങ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ലൂട്ടിയൽ ഫേസിൽ നടക്കുന്ന മെയിൻ ഇവന്റ്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ അടുത്ത ഈ ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ വരുന്ന ഡയഗ്രാംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു ഡയഗ്രാം ലേബലിങ്ങിന് വേണ്ടി ചോദിക്കും. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രാം ആണ്. സോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ക്വസ്റ്റ്യൻ A എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ദാറ്റ് ഹെൽപ്പ് ഇൻ കളക്ഷൻ ഓഫ് ഓവം. സോ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഈസ് ദ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ വിച്ച് ഹെൽപ്പ് ഇൻ ദ കളക്ഷൻ ഓഫ് ഓവം. സോ ആ പാർട്ടിന്റെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ പാർട്ടിന്റെ പേരാണ് ഫിംബ്രിയെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് ഓഫ് ഓവിഡക്ട് വിത്ത് നാരോ ലൂമൻ ദാറ്റ് ജോയിൻസ് ദ യൂട്രസ്. സോ ഓവിഡക്റ്റിന്റെ ഏത് പാർട്ടാണ് യൂട്രസുമായിട്ട് ജോയിൻ ചെയ്യുന്നത്? സോ ദിസ് ഈസ് ദാറ്റ് പാർട്ട് ആൻഡ് ആ പാർട്ടിന്റെ പേരാണ് ഇസ്തുമസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ഓവിഡക്ട് ദാറ്റ് ഈസ് സീൻ നിയർ ദ ഓവറി. സോ ഓവറിക്ക് അടുത്തായിട്ടുള്ള ഫണൽ ഷേപ്ഡ് പാർട്ട് ഇതാണ് ആ പാർട്ട് വരുന്നത്. സോ ആ പാർട്ടിന്റെ പേരാണ് ആംപുല. ആൻഡ് സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷന്റെ സൈറ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇസ്തുമസ് ആൻഡ് ആംപുലറി ജംഗ്ഷനിലാണ്, രണ്ടിന്റെയും കൂടെ ജംഗ്ഷനിലാണ് ഇതിന്റെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. സോ ആംപുലറി ആൻഡ് ഇസ്തുമസ് ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ ഈവന്റ് നടക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഐഡന്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് A, B, C, D. സോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിൽ A, B, C, D ലേബൽ ചെയ്യണം. സോ കൊടുത്തിരിക്കുന്നതിൽ A എന്ന് പറയുന്നത് നമുക്കറിയാം ദാറ്റ് ഈസ് ദ മെയിൽ ആക്സസറി ഡക്റ്റ് ആയിട്ടുള്ള വാസ് ഡിഫറൻസ് ആണ്. ആൻഡ് B എന്ന് പറയുന്നത് നമ്മുടെ പെനിസിന്റെ സെൻട്രലിലൂടെ പോകുന്ന നാരോ ട്യൂബ് ദാറ്റ് ഈസ് യുറീത്ര, യൂറിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യുറീത്ര. ഓക്കെ, C എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എപ്പിഡൈഡമസ്.
ആൻഡ് ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെറ്റെറ്റെസ്റ്റിസ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഗെയിൻ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, സ്പേമിന്റെ ഫിഗർ ആണ്. ഇവിടെ നമ്മൾ പാർട്സ് ലേബിൾ ചെയ്യണം. സോ എ ബി സി ആണ് ലേബിൾ ചെയ്യേണ്ടത്. എ എന്ന് പറയുന്നത് നമുക്കറിയാം സ്പേം ഹെഡിന്റെ ഏറ്റവും എൻഡിലായിട്ട്, ഏറ്റവും ആന്റീരിയർ എൻഡിലായിട്ട് ഒരു വെസിക്കിൾ ഉണ്ട് ഫിൽഡ് വിത്ത് എൻസൈം, ദാറ്റ് ഈസ് അക്രോസോം. അക്രോസോം. ഓക്കെ, ആൻഡ് അതിന്റെ താഴെയായിട്ട് നെക്കും കഴിഞ്ഞിട്ട് ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് മിഡിൽ പീസ്. മിഡിൽ പീസ് നമുക്കറിയാം ഇറ്റ് ഈസ് റിച്ച് വിത്ത് മൈറ്റോകോൺട്രിയ വിച്ച് പ്രൊവൈഡ്സ് എനർജി ഫോർ ദ സ്പേം മോട്ടിലിറ്റി. അടുത്ത സി എന്ന് പറയുന്നത് ടെയിലാണ്, സ്പേമിന്റെ ടെയിലാണ്, വിച്ച് ഈസ് ഫ്ലജല്ല, വിച്ച് ഈസ് മേഡ് അപ്പ് ഓഫ് ഫ്ലജല്ല. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ടേംസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. സോ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ടേംസ് വെച്ചിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യണം. സോ ഇതിൽ ബാരിയേഴ്സ് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്യണം. ബാരിയേഴ്സ് എന്ന് പറയുന്നത് ഈ കൊടുത്തിരിക്കുന്നതിൽ വോൾട്ട് ആണ് ബാരിയർ. ക്വാണ്ടം ഒന്ന് കൊടുത്തിട്ടുണ്ട്, അടുത്ത ബാരിയർ ആണ് വോൾട്ട്. അടുത്തത് കോപ്പർ റിലീസിംഗ് IUD. ഈ കൊടുത്തിരിക്കുന്നതിൽ കോപ്പർ റിലീസിംഗ് IUD മൾട്ടിലോഡ് 375 ആണ്. മൾട്ടിലോഡ് 375 ആണ്. നെക്സ്റ്റ് നാച്ചുറൽ മെത്തേഡ്. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നാച്ചുറൽ മെത്തേഡ് പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് കൊടുത്തിട്ടുണ്ട്. സോ പീരിയോഡിക് അബ്സ്റ്റിനൻസ് ആണ് ഇവിടെ വരുന്ന നാച്ചുറൽ മെത്തേഡ്. അടുത്ത സർജിക്കൽ മെത്തേഡ്. ഇവിടെ ഒന്ന് വാസക്ടമി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ട്യൂബെക്ടമി. Okay, moving on to the next question. What are IUDs? IUDs എന്താണ്? Name one copper releasing and one hormone releasing IUD എന്ന് കൊടുത്തിട്ടുണ്ട്. So IUD എന്ന് പറഞ്ഞാൽ it is intrauterine device. So നമ്മുടെ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഫീമെയിൽസിന്റെ യൂട്രസിലേക്ക് ത്രൂ വെജൈന ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ഡിവൈസസ് ആണ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. സോ ഇവിടെ ഒരു കോപ്പർ റിലീസിംഗ് IUDയുടെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. CU7 അല്ലെങ്കിൽ CUT അല്ലെങ്കിൽ മൾട്ടിലോഡ് 375. ഇതെല്ലാം കോപ്പർ റിലീസിംഗ് IUDs ആണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ റിലീസിംഗ് IUDയുടെ എക്സാമ്പിൾ ആണ് പ്രൊജസ്റ്റാസെർട്ട്. Okay, moving on to the next question. Scientifically, it is correct to say that sex of the baby is determined by the father and not by the mother. Do you agree with this statement? Justify your answer. So, നമ്മുടെ ബേബിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫാദർ ആണോ മദർ ആണോ എന്നാണ് ചോദ്യം. സോ നമുക്കറിയാം കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് പാരന്റ് ആണോ ഹെട്രോഗാമേറ്റിക് ആ പാരന്റ് ആണ് കുട്ടിയുടെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഹ്യൂമൻസിന്റെ കേസിൽ ഫാദേഴ്സ് അല്ലെങ്കിൽ മെയിൽസ് ആണ് ഹെട്രോഗാമേറ്റിക്. ബിക്കോസ് അവർ മാത്രമാണ് നമ്മുടെ ഗാമേറ്റ്സിൽ X and Y ക്രോമസോം ഉള്ള ഡിഫറെൻറ്റ് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. X and Y ക്രോമസോംസ് ഉള്ള ഡിഫറെൻറ്റ് ഗാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാദർ മാത്രമാണ്. മദർ ഹോമോഗാമേറ്റിക് ആണ്. മദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എല്ലാം ഒരേ ക്രോമസോം ഉള്ള എല്ലാം X ക്രോമസോം മാത്രമുള്ള ഗാമേറ്റ്സിനെയാണ് മദർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫാദറിന്റെ ഏത് സ്പേം ആണോ മദറിന്റെ ഓവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് എയ്തർ X അല്ലെങ്കിൽ എയ്തർ Y. ഓക്കെ, സോ അതാണ് കുട്ടിയുടെ സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫാദേഴ്സ് ആണ് സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. Moving on to the next question. Expand the following terms related to with the assisted reproductive technology. So assisted reproductive technology യിലെ രണ്ട് ടേംസ് കൊടുത്തിട്ടുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ICSI ആണ്. ICSI എന്ന് പറഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതുപോലെ തന്നെ ഗിഫ്റ്റ് ആണ് അടുത്തത്. ബി ഗിഫ്റ്റ്, ദാറ്റ് ഈസ് ഗമൈറ്റ് ഇൻട്രാ ഫാലോപ്പിയൻ ട്രാൻസ്ഫർ. ഓക്കെ, സോ മൂവിങ് ഓൺ ടു ദ എക്സ്പാൻഡ് ചെയ്യാൻ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ അതിന്റെ ഡെഫിനിഷൻസ് ഒന്നും ചോദിക്കുന്നില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അമിനോസെൻറ്റസിസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ലീഗലി ബാൻഡ് നൗ. വാട്ട് ഈസ് അമിനോസെൻറ്റസിസ്? സോ എന്താണ് അമിനോസെൻറ്റസിസ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം. സോ അമിനോട്ടിക് ഫ്ലൂയിഡിലുള്ള ക്രോമസോം നമ്പറിനെ ബേസ് ചെയ്തിട്ട് കുട്ടിയുടെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് അമിനോസെൻറ്റസിസ്. സോ ഇത് ബാൻഡാണ്, ഇന്ത്യയിൽ ഇത് ബാൻഡാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ
ഫീമെയിൽ ഫീറ്റിസൈഡ്സിന്റെ നമ്പർ നോർത്ത് ഇന്ത്യയിലും അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അമിനോസെന്റസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ഇന്ത്യയിൽ ബാൻഡ് ആണ്. സോ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ LH സർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. LH സർജ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്താണ് ഓവുലേഷൻ നടക്കുന്നത്. അടുത്തത് ലേഡിക് സെൽസ് ആണ് ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസ് എന്ന് പറയുന്ന ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആംബുലറി ഇസ്ത്മസ് ജംഗ്ഷൻ, അവിടെയാണ് നമ്മുടെ ഫെർട്ടിലൈസേഷന്റെ ഈവന്റ് നടക്കുന്നത്. നെക്സ്റ്റ് സെർട്ടോളി സെൽസ്, മെയിൽസിൽ കാണുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള സെർട്ടോളി സെൽസ്, ഇതാണ് നമ്മുടെ സ്പെർമാറ്റിഡ്സിന്റെ ന്യൂട്രീഷന് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ മന്ത് ഓഫ് പ്രഗ്നൻസി വെച്ചിട്ട് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് മന്തിൽ എന്താണ് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ വരുന്ന ഈവന്റ്? ഫസ്റ്റ് മന്തിലാണ് നമ്മുടെ ഹാർട്ട് സൗണ്ട് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ മാസമൊക്കെ ആകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ ദാറ്റ് ഈസ് ഫീറ്റസിന്റെ ലിംസും ഡിജിറ്റ്സും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. 5th മന്തിൽ എന്താ സംഭവിക്കുന്നത്? 5th മന്തിലാണ് കുട്ടിയുടെ ഫസ്റ്റ് മൂവ്മെന്റ്, അമ്മയുടെ വയറ്റിൽ കുട്ടിയുടെ ഫസ്റ്റ് മൂവ്മെന്റ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. 6th മന്തൊക്കെ ആകുമ്പോഴേക്കും ബോഡി ഫുൾ ടൈനി ഹെയർസ് വെച്ച് കവേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഐലിഡ്സും ഐ ലാഷസും എല്ലാം ഫോം ചെയ്തിട്ടുണ്ടാകും. സോ ഇതാണ് നമ്മുടെ മാച്ച് ദ ഫോളോയിങ്ങിന്റെ ആൻസർ വരുന്നത്. ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എഗെയിൻ നമുക്കൊരു IUD-നെ ബേസ് ചെയ്തിട്ട് എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ഇത് ഫില്ല് ചെയ്യണം. സോ നോൺ മെഡിക്കേറ്റഡ് IUD-യുടെ എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതേണ്ടത്. അത് ലിപ്പസ് ലൂപ്പ് ആണ്. കോപ്പർ റിലീസിങ് IUD CU7 അല്ലെങ്കിൽ CUT അല്ലെങ്കിൽ മൾട്ടിലോട്ട് 375 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഹോർമോൺ റിലീസിങ് IUD എന്ന് പറയുന്നത് പ്രൊജസ്റ്റാസെർട്ട്, അതുപോലെ തന്നെ LNG-20 ആണ് നമ്മുടെ ഹോർമോൺ റിലീസിങ് IUD-യുടെ എക്സാമ്പിൾ വരുന്നത്. അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എഗെയിൻ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്നൊരു ചോദ്യമാണ്. വെൻ എക്സ്പെരിമെന്റ്സ് ഓൺ സ്നാപ്ഡ്രാഗൺ വാസ് കണ്ടക്റ്റഡ്, കുമാർ ഗോട്ട് ദ ഫ്ലവർ റേഷ്യോ 1 red 2 pink and 1 white ആണ്. ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്, 1 white ആണ്. സോറി, ഡസ് ഇറ്റ് ഫോളോ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് റേഷ്യോ, ഗീവ് റീസൺ. സോ ഈ കൊടുത്തിരിക്കുന്നത് ഒരു ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ്. സോ ഇത് മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ അതിന്റെ റീസൺ പറയാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം മെന്റേലിയൻ റേഷ്യോയിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ ഫോർ ദ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് 3:1 ആണ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോ 1:2:1 ആണ്, വിച്ച് ഈസ് നോട്ട് എ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. സോ ഇതൊരു നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ്. നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് നമ്മുടെ നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആൻഡ് ഇത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. Okay, so moving on to the next question. First child of couple was affected with sickle cell anemia. During the second pregnancy, they visited a genetic counselor and he prepared a pedigree chart of their family. Identify the symbol used on pedigree chart. So pedigree chartile എല്ലാ സിമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റിലും 2 മാർക്ക് ക്വസ്റ്റിലും എല്ലാം ചോദിക്കുന്നുണ്ട്. സോ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് പെഡിഗ്രി ചാർട്ടിലെ ഒരു സിമ്പിൾ ആണ്. ഒരു മെയിൽ, നമുക്കറിയാം സ്ക്വയർ എന്ന് പറയുന്നത് മെയിലാണ്, സർക്കിൾ എന്ന് പറയുന്നത് ഫീമെയിൽ ആണ്, നടുക്കൊരു വരയുണ്ട്, വിച്ച് മീൻസ് ഇത് മെയ്റ്റിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ ആണ്, മെയ്റ്റിംഗ്. ഓക്കെ, അടുത്ത എഗെയിൻ ക്വസ്റ്റ്യൻ ബിയിൽ എഗെയിൻ ഒരു മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, പക്ഷെ ഡബിൾ ലൈൻ ആണ് സെന്ററിൽ കൊടുത്തിരിക്കുന്നത്, വിച്ച് ഈസ് എക്സാമ്പിൾ ഓഫ് കൺസാൻജീനിയസ് മേറ്റിംഗ് എന്ന് വെച്ചാൽ മെയ്റ്റിംഗ് ബിറ്റ്വീൻ ദ റിലേറ്റീവ്സ്, കസിൻസ് ഒക്കെ മാരി ചെയ്യുമ്പോൾ വരുന്നതാണ് കൺസാൻജീനിയസ് മേറ്റിംഗ്. ഓക്കെ, എഗെയിൻ ഒരു സർക്കിൾ ഷെയ്ഡഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് അഫക്റ്റഡ് ഫീമെയിൽ ആണ്, ഒരു ഫീമെയിൽ അഫക്റ്റഡ് ആയിട്ടുള്ളതിൻ്റെ സിമ്പിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഒരു സ്ക്വയർ വിച്ച് ഈസ് അൺഷെയ്ഡഡ് ആയിട്ടുള്ള സ്ക്വയർ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഡിനോട്ട്സ് എ മെയിൽ. സോ ഇതാണ് നമ്മുടെ പെഡിഗ്രി ചാർട്ട്. Moving on to the next question. Amino acid sequence of beta globin chain of hemoglobin of 2 individuals are shown below. 2 ഇൻഡിവിജ്വൽസിന്റെ അമിനോ ആസിഡ് സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ബീറ്റ ഗ്ലോബിൻ ചെയിനിലുള്ള അമിനോ ആസിഡ് സീക്വൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ എ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദി ഹീമോഗ്ലോബിൻ ഓഫ്
ഈസ് എ സിക്കിൾ സെൽ അനീമിക് പേഷ്യന്റ്. സോ ഈ രണ്ട് ബീറ്റാ ഗ്ലോബിൻ ചെയിൻസിന്റെ അമിനോ ആസിഡ് സീക്വൻസിൽ സിക്കിൾ സെൽ അനീമിക് പേഷ്യന്റിന്റെ ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം സിക്കിൾ സെൽ അനീമിയ എങ്ങനെയാണ് വരുന്നത്? സിക്സ്ത് കോഡോണില് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നിട്ട് ഗ്ലൂട്ടാമിക് ആസിഡിന് പകരം വാലിൻ വരുവാണെങ്കിൽ അപ്പോഴാണ് സിക്കിൾ സെൽ അനീമിയ സംഭവിക്കുന്നത്. സോ ഈ കൊടുത്തിരിക്കുന്ന എക്സാമ്പിള് 1, 2, 3, 4, 5 സിക്സ്ത് കോഡോണില് ഫസ്റ്റ് ഇൻഡിവിജ്വലിന്റെ സിക്സ്ത് കോഡോണിൽ ഗ്ലൂട്ടാമിക് ആസിഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഇൻഡിവിജ്വലിന്റെ കേസിൽ സിക്സ്ത് കോഡോണിൽ വാലിൻ ആണ് വന്നിരിക്കുന്നത്. സോ സെക്കൻഡ് ഇൻഡിവിജ്വലിനാണ് എന്തുള്ളത്? സിക്കിൾ സെൽ അനീമിക് പേഷ്യന്റിൻ്റെതെന്ന് പറയുന്നത് സെക്കൻഡ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ആണ്. ഇനി ഗീവ് റീസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. സിക്സ്ത് കോഡോണിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടന്ന് ഗ്ലൂട്ടാമിക് ആസിഡ് വാലിൻ ആയിട്ട് മാറുന്നു. ഇനി മാച്ച് ദ ഫോളോയിങ്. സോ ജനറ്റിക് ആൻഡ് ക്രോമസോമൽ ഡിസോർഡേഴ്സിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് തലസീമിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഓട്ടോസോം ലിങ്ക്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഡിസീസ് ആണ്, റെസസീവ് ബ്ലഡ് ഡിസീസ് ആണ്. അതേസമയം ഹീമോഫീലിയ ഒരു സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസീസ് ആണ്. ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ 21ാമത്തെ ക്രോമസോമിന് വരുന്ന ട്രൈസോമിയാണ്, ട്രൈസോമി 21. ക്ലിൻഫെൽറ്റർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞാൽ മെയിൽസിന് ഫീമെയിൽസിന്റെ ക്യാരക്ടേഴ്സ് വരുന്നു, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഒക്കെ വരുന്നതാണ് ക്ലിൻഫെൽറ്റർ സിൻഡ്രം. എഗെയിൻ അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്, ജനറ്റിക് ഡിസോർഡേഴ്സിന്റെ ഒരു മാച്ച് ദ ഫോളോയിങ്. ക്ലിൻഫെൽറ്റർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് മെയിൽസിന് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം വരുന്നു, പ്രസൻസ് ഓഫ് ആൻ എക്സ്ട്രാ എക്സ് ക്രോമസോം ഇൻ മെയിൽസ്. അടുത്തത് ഡൗൺ സിൻഡ്രം ആണ്, ട്രൈസോമി 21 ആണ്. ടേണർ സിൻഡ്രം എന്ന് പറഞ്ഞാൽ ഫീമെയിൽസിന് ഒരു എക്സ് ക്രോമസോം മിസ്സിംഗ് ആയി പോകുന്നു, ലാക്ക് ഓഫ് 1 എക്സ് ക്രോമസോം ഇൻ ഫീമെയിൽസ് ആണ് ടേണർ സിൻഡ്രം. ആൻഡ് ഫീനോൽകീറ്റോന്യൂറിയ എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഓട്ടോസോമൽ റെസസീവ് ട്രേറ്റ് കാരണം വരുന്നതാണ് ഫീനോൽകീറ്റോന്യൂറിയ. ഓക്കെ, ഇനി മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിൽ തന്നെയാണ്. T.H. Morgan selected Drosophila melanogaster as a suitable experimental organism. Mention any 2 reasons for selecting Drosophila as the experimental organism. So Drosophila ne ingane experimental organism ആയിട്ട് ചൂസ് ചെയ്യാൻ T.H. Morgan ചൂസ് ചെയ്യാൻ എന്താണ് റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ലാബിന്റെ സിന്തറ്റിക് മീഡിയത്തിൽ ഡ്രോസോഫിലിനെ വളർത്താനായി എന്താണ് സ്യൂട്ടബിൾ ആയിരുന്നു. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ഇവരുടെ ലൈഫ് സൈക്കിൾ 2 വീക്സിൽ കംപ്ലീറ്റ് ചെയ്യായിരുന്നു. ദേ കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ 2 വീക്സിൽ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ മെയിൽസും ഫീമെയിൽസും തമ്മിൽ ക്ലിയർ ഡിഫറൻസിയേഷൻ ഉണ്ട്. ആൻഡ് ഒരു സിംഗിൾ മീറ്റിംഗിൽ ഒരുപാട് പ്രൊജനി ഉണ്ടാവുന്നുണ്ട്, ന്യൂമറസ് പ്രൊജനി ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ 2 റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 3 റീസൺസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ T.H. Morgan ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ മോഡൽ ഓർഗാനിസം ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം. ഇനി അടുത്തത് എഗെയിൻ നമ്മുടെ ജനറ്റിക്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ഷോയിങ് മെൻഡൽസ് എക്സ്പെരിമെന്റ് യൂസിങ് പീ പ്ലാന്റ്സ്. സോ ഇവിടെ പാരന്റൽ പ്ലാന്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ടോൾ ആൻഡ് ഡ്വാർഫ് ആണ്. F1 ജനറേഷനിൽ 2 ടോൾ പ്ലാന്റ്സിനെ സെൽഫ് ചെയ്തിട്ടുണ്ട്. ആൻഡ് F2 ജനറേഷൻ ആണല്ലോ നമ്മൾ നോക്കുന്നത്, അതിൽ 3 ടോൾ പ്ലാന്റും 1 ഡ്വാർഫ് പ്ലാന്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രോസ്. സോ ഈ ക്രോസ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്രോസ് ഐഡന്റിഫൈ ചെയ്യണം. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് ഒരു സിംഗിൾ ക്യാരക്ടർ, ഒരു ടോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമാണ് ഇവിടെ നമ്മൾ ക്രോസിന് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വിച്ച് ആർ ദ ലോസ് പ്രപ്പോസ്ഡ് ബൈ മെൻഡൽ ബേസ്ഡ് ഓൺ ദിസ് ഒബ്സർവേഷൻ. ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എന്തൊക്കെ ലോസ് ആണ്, അതായത് മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ചിട്ട് നമ്മുടെ മെൻഡൽ പ്രപ്പോസ് ചെയ്ത ലോസ് ഏതൊക്കെയാണ്? ലോ ഓഫ് ഡോമിനൻസ്, അതുപോലെ തന്നെ ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനുമാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ബേസ് ചെയ്തിട്ട് മെൻഡൽ പ്രപ്പോസ് ചെയ്തത്. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വരുന്നത് ഡൈ ഹൈബ്രിഡ് ക്രോസിനെ ബന്ധിപ്പിച്ചിട്ടാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഹീമോഫീലിയ ഡിസോർഡറിനെ പറ്റിയിട്ടാണ്. കൺസിഡർ ദ 2 സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ദ ഹീമോഫീലിയ ഡിസോർഡർ.
ഇറ്റ് ഇസ് ആൻ ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ് എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ദ ഹെട്രോസൈഗസ് ഫീമെയിൽ കാരിയർ ഫോർ ഹീമോഫീലിയ മേ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് ടു സൺ. സോ ഇതിൽ നിന്ന് റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ നമുക്കറിയാം ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഹീമോഫീലിയ ഒരു ഓട്ടോസോം ലിങ്ക്ഡ് ഡോമിനന്റ് ഡിസീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. ശരിക്കും ഹീമോഫീലിയ എന്താണ്? ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ. ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഒരു ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അത് ആർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും? സണ്ണിന് ഹീമോഫീലിയ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം സണ്ണിൽ ഒരു ഡിസീസ്ഡ് അലീൽ വന്നാൽ തന്നെ സണ്ണിന് എന്താവും? അഫക്റ്റഡ് ആയി മാറും. സോ ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ സണ്ണിന് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യും. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കി. ഇത് 2026 മാർച്ച് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ കംപ്ലീറ്റ് ദ ചാർട്ട് ഷോയിങ് ദ ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജനസിന്റെ എന്താണ് ഹോർമോണൽ കൺട്രോൾ. ഈ ചാർട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. സോ ഹൈപ്പോതലാമസ് ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ റിലീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ഗൊണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എങ്ങോട്ടാണ് പോയി ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയി ആക്ട് ചെയ്യുന്നു. ആൻഡ് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് രണ്ട് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ലൂട്ടനൈസിങ് ഹോർമോണും ബി എന്ന് പറയുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും ആണ്. ആൻഡ് ലൂട്ടനൈസിങ് ഹോർമോൺ പോയിട്ട് സി എന്ന് പറയുന്നത് ലേഡിക് സെല്ലാണ്. ലേഡിക് സെല്ല് പിന്നീട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ആൻഡ്രോജൻസ് അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എങ്ങോട്ടേക്ക് പോയി ആക്ട് ചെയ്യുന്നു? സെർട്ടോളി സെൽസിൽ പോയി ആക്ട് ചെയ്ത് സ്പെർമിയോജനസിസ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇത്രയുമാണ് നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഈ ഓണം എക്സാമിന് നാളെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.